നിതിൻ രഞ്ജി പണിക്കരുടെ രചനാ സംവിധാനത്തിൽ മമ്മൂട്ടി വീണ്ടും ഒരു പോലീസ് വേഷത്തിൽ. കസബയുടെ വിശേഷങ്ങളുമായി ചിത്രവിശേഷം വീണ്ടും. മമ്മൂട്ടിയുടെ പോലീസ് ചിത്രങ്ങളെല്ലാം ആരാധകർക്ക് എന്നും ആവേശമാണ്. അങ്ങനെ ഒരു ആരാധന താരത്തോടില്ലാത്തവരെയും രസിപ്പിക്കുന്ന ചില പോലീസ് വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നതും വാസ്തവം. ഇതൊക്കെ പഴയ കഥ. നിതിൻ രഞ്ജി പണിക്കർ എന്ന നവാഗതന്റെ രചനാ സംവിധാനത്തിൽ മമ്മൂട്ടി പോലീസായി വീണ്ടും എത്തുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ പ്രതീക്ഷിച്ചാൽ തെറ്റില്ലല്ലോ. എന്നാൽ കാണാൻ കിട്ടുന്നത് പണ്ടിറങ്ങിയ കുറെ തല്ലിപ്പൊളി പോലീസ് അടിപ്പടങ്ങളുടെ അസ്ഥിമഞ്ജരമാണെന്ന് വന്നാലോ. മമ്മൂട്ടിയെ തുള്ളിച്ചു നടത്തിയത് കൊണ്ടോ പുള്ളിയുടെ ആയ പ്രായത്തിൽ മുഖത്ത് വരാത്ത ഒലിപ്പി ഈ പ്രായത്തിൽ കാണിപ്പിച്ചത് കൊണ്ടോ സിനിമ വെറൈറ്റി ആവില്ലെന്ന് നിതിൻ അറിയണമായിരുന്നു. അങ്ങനെയൊരു വിവരമോ വെള്ളിയാഴ്ചയോ നിതിൻ ഇല്ലാതെ പോയതിൻ്റെ പരിണിത ഫലമാണ് കസബയിലെ മമ്മൂട്ടിയുടെ പോലീസ് വേഷം. ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ആലീസ് ജോർജാണ് ഇതിനായി കാശ് മുടക്കുകയെന്ന സാഹസം കാട്ടിയിരിക്കുന്നത്. ഒരു പൂർണ്ണസജ്ജമായ പോലീസ് സ്റ്റേഷന് വകയില്ലാത്ത ഉൾപ്രദേശങ്ങളിലും മറ്റുമുള്ള ചെറു പോലീസ് സ്റ്റേഷനുകൾ അത്രേ കസബ സ്റ്റേഷനുകൾ. കേരളത്തിൻ്റെ വടക്കേ അറ്റമുള്ള അങ്ങനെയൊരു സ്റ്റേഷൻ അതിർത്തിയിൽ നടക്കുന്ന ചില നരഹത്യകൾ, അതിൽ പെട്ടുപോകുന്ന IG-യുടെ മകനും പ്രതിശ്രുത വധുവും. മാവോയിസ്റ്റ് ആക്രമണമെന്ന് എഴുതിത്തള്ളിയ ആ കേസുകൾ രഹസ്യമായി അന്വേഷിക്കാനായി പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന വ്യാജേന അവിടെ എത്തുന്ന രാജൻ സക്കറിയ. രാജൻ പോലീസ് അന്വേഷണം തുടങ്ങുന്നതോടെ കാശുമുടക്കി ടിക്കറ്റ് എടുത്ത് അകത്തെത്തിയതിനു കാണികൾക്കുള്ള പണിഷ്മെന്റും ആരംഭിക്കുകയായി. സമ്പത്ത് രാജിന്റെ വെള്ളക്കുപ്പായമിട്ട വില്ലൻ കഥാപാത്രം കണ്ടുമടുത്തത് തന്നെ. വയലക്ഷ്മി, നേഹ സക്സേന എന്നിവർ പേരിനു നായികമാർ. കൂട്ടത്തിൽ കൊള്ളാവുന്നത് അലൻസിയറിന്റെ തങ്കച്ചനും പിന്നെ ജഗദീഷിന്റെ മുകുന്ദൻ എന്ന പോലീസുകാരനും. സിദ്ദിഖ്, മക്ബൂൽ സൽമാൻ, ബിജു പപ്പൻ, ഷഹീൻ സിദ്ദിഖ്, ശ്രുതിബാല എന്നിങ്ങനെ കുറെ പേർ കൂടിയുണ്ട് ചിത്രത്തിൽ അഭിനേതാക്കളായി. നായകൻ നിന്നിടത്തു നിന്ന് കറങ്ങുകയും വില്ലന്മാർ നിരനിരയായി അങ്ങോട്ടോടിച്ചെന്ന് അടിമേടിക്കുകയും ചെയ്യുന്ന പതിവ് അടിയിടി പരിപാടികളിൽ ആവേശം കൊള്ളേണ്ടവർക്കാവാം. നായകന്റെ സ്ലോ മോഷൻ നടത്തവും ക്ലോസിലും വൈഡിലും മാറി മാറിയുള്ള കട്ടുകളും മാനരസങ്ങളുമൊക്കെ പതിവിൻപടി രീതിയിൽ ചിത്രത്തിൽ കാണാം. ഒച്ചപ്പാടും ബഹളവുമായി രാഹുൽ രാജിന്റെ പശ്ചാത്തല സംഗീതം അതിന്റെ പാട്ടിന് പോകുന്നുണ്ട്. ഇടയ്ക്ക് ബൃന്ദയൊരുക്കിയ ഒരു സംഘനൃത്തം കൂടി ചേരുമ്പോൾ നിതിന്റെ സിനിമാ ബോധത്തെക്കുറിച്ച് ഏതാണ്ടൊരു രൂപം കിട്ടും. മമ്മൂട്ടിയുടെ കസബ ചരിത്രം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ഏറ്റവും ട്രോൾ ചെയ്യപ്പെട്ട ചിത്രം, ഏറ്റവും ഹൈപ്പുണ്ടാക്കിയ പടം, ഏറ്റവും കൂടുതൽ പേർ കണ്ട ടീസറുള്ള പടം എന്നിങ്ങനെയൊക്കെ ആവുമെന്ന് മാത്രം. പൊതുസ്ഥലത്ത് പുകവലിക്കാമോ എന്ന് ചോദ്യം ചെയ്യുന്ന മേലധികാരിയായ ലേഡി ഓഫീസറുടെ പാൻസിനുള്ളിൽ കൈയിട്ട് "ഐ വിൽ മേക്ക് ഇറ്റ് അപ്പ് ഫോർ യു" എന്ന് പറയുന്ന കോൺസ്റ്റബിളിനെ തോക്കിൻമുനയിൽ നിർത്തി തനിക്കൊപ്പം റാങ്കുള്ള ഒരു പോലീസുകാരനെ പിന്നിൽ നിന്ന് പണിയാൻ പറയുന്ന രാജൻ സക്കറി എന്ന പോലീസ് നായകനെ വിമർശിച്ചാൽ ഇന്നത്തെ പോലീസിന്റെ നേർചിത്രമാണെന്ന് എതിർവാദമാവാം പറയാനുള്ളത്. അതങ്ങനെയെന്ന് വാദത്തിന് സമ്മതിച്ചാലും അതാണ് ഹീറോയിസം എന്ന് ചിത്രത്തിൽ ആഘോഷിക്കുമ്പോൾ രഞ്ജി പണിക്കർ പണ്ട് ജോസഫ് അലക്സിനെ കൊണ്ട് സെൻസും സെൻസിറ്റിവിറ്റിയും സെൻസിബിലിറ്റിയും വേണമെന്ന് ആക്രോശിപ്പിച്ചത് ആ ചിത്രത്തിലെ സബ് കളക്ടർക്ക് മാത്രമല്ല, സിനിമാ പിടുത്തക്കാരുൾപ്പെടെ ആർക്കും ബാധകമാണെന്ന് നിതിൻ രഞ്ജി പണിക്കർക്ക് കത്തിയില്ലെന്ന് വ്യക്തം. ഈ ജനസിലൊരു പടം ഇതിലും തറയായി എടുക്കാൻ കഴിവുള്ള 1 ഡസൻ മൂത്ത സംവിധായകർ മലയാളത്തിൽ കാണും. അതിലൊരാളായി ആദ്യ ചിത്രത്തിൽ തന്നെ, അതും ഈ പ്രായത്തിൽ, മാറിയ നിതിന് ഭാവുകങ്ങൾ. സിനിമാ പ്രേമികൾക്ക് കൂട്ടായ ഒരു മൊബൈൽ ആപ്പ് സിനിബി. ചിത്രവിശേഷം ഈ ആപ്പിലൂടെയും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. മാത്രമല്ല, സിനിബിയിലൂടെ നിങ്ങൾക്കും ഈ ചിത്രത്തെ വിലയിരുത്താം. ആപ്പിൻ്റെ പ്ലേ സ്റ്റോർ ലിങ്ക് വീഡിയോയുടെ വിവരണത്തിൽ നൽകിയിരിക്കുന്നു. ഈ ചിത്രത്തിന് സിനിബി നൽകുന്ന റേറ്റിംഗ്. ചിത്രവിശേഷത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചുവടെ കമൻറ്റായി ചേർക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും വണക്കം.